യുവതലമുറയുടെ വിദ്യാഭ്യാസവും അവരുടെ പ്രതീക്ഷകളെ നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ കാണിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഈ സമരം അടിച്ചമർത്തതില്ല. കാരണം ഇതൊരു ധർമ്മസമരമാണ്. ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഈ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ സമരം വിജയിപ്പിക്കേണ്ടത് ഭാവി തലമുറയ്ക്ക് ആവശ്യമാണ്, ഞങ്ങളുടെയും ആവശ്യമാണ്. നമസ്കാരം. CJP സമരത്തെ അനുകൂലിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും മറ്റ് നേതാക്കളും ഇക്കഴിഞ്ഞ ദിവസമാണ് ഡൽഹി ജന്തർ മന്ദിരത്തിൽ എത്തിയത്. ഇതിന് പിന്നാലെ ഡൽഹി പോലീസ് പൊടുന്നനെ രാഹുൽ ഗാന്ധിയെ മറ്റ് കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തായാലും ഈ അറസ്റ്റിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് നേതാക്കൾ നിലവിലിപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെമ്പാടും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു. നിലവിലിപ്പോൾ ലോക് ഭവന് മുൻപിലേക്കും ഈയൊരു പ്രതിഷേധം കടന്നിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഡൽഹി പോലീസിനെതിരെയും കേന്ദ്രത്തിൻ്റെ നയത്തിനെതിരെയും അതുകൂടാതെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് നിലവിലിപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ലോക് ഭവന് മുൻപിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് മഹിളാ കോൺഗ്രസിൻ്റെ നേതാവായ അഡ്വക്കേറ്റ് വിബിത ബാബു. ഈ CJP സമരത്തെക്കുറിച്ച് നിരവധി വിവാദങ്ങളും മറുവശത്ത് ഉണ്ട്. അതായത് വിദേശ ഫണ്ടടക്കം വിനിയോഗിച്ചുകൊണ്ടാണ് എന്നാണ് കേന്ദ്ര സർക്കാരും BJPയും ആരോപിക്കുന്നത്. അതൊരു പ്രതിഷേധം വരുമ്പോൾ അതിനെ അടിച്ചമർത്താൻ വേണ്ടി എന്തു തരത്തിലുള്ള രീതിയിലും പറയുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഒരു രാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു യുവതലമുറയാണ്. ആ യുവതലമുറയുടെ വിദ്യാഭ്യാസവും അവരുടെ പ്രതീക്ഷകളെ നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നരേന്ദ്രമോദി സർക്കാർ കാണിക്കുന്നത്. അപ്പോൾ അത് അടിച്ചമർത്താൻ അവർക്ക് എന്ത് തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ പറ്റും. പക്ഷേ എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഈ സമരം അടിച്ചമർത്തതില്ല. കാരണം ഇതൊരു ധർമ്മസമരമാണ്. ഈ സമരം നയിക്കുന്ന നേതാവിന് നാരങ്ങ വെള്ളമോ മറ്റോ കൊടുത്ത് ആശുപത്രിയിൽ കണ്ടത് കേന്ദ്രമന്ത്രി തന്നെയാണ്. അങ്ങനെയുള്ള പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിവുള്ള ഒരു കേന്ദ്ര ഭരണമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അങ്ങനെയുള്ള ഒരു കേന്ദ്ര ഭരണം നിലവിലുള്ളപ്പോൾ നമുക്ക് ഇതിനധികം ഉള്ള ആരോപണങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ധർമ്മസമരം എന്തൊക്കെ ആരോപണങ്ങൾ, കളവായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചാലും പറഞ്ഞുണ്ടാക്കിയാലും ഈ സമരം വിജയിക്കുന്നതുവരെ ഞങ്ങൾ മഹിളാ കോൺഗ്രസ് ഒപ്പമുണ്ടാവും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഈ രാജി വെക്കുന്നതുവരെ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. രാജിവെക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നടക്കം. നോക്കാം, സമരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ ഉപദ്രവിച്ചാലും ഏത് ഘട്ടം വരെ പോയാലും ഞങ്ങളൊപ്പം ഉണ്ടാകും. ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഈ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ സമരം വിജയിപ്പിക്കേണ്ടത് ഭാവി തലമുറയ്ക്ക് ആവശ്യമാണ്, ഞങ്ങളുടെയും ആവശ്യമാണ്. അതുകൊണ്ട് രാജിവെക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ള അവസാന പോംവഴിയായിട്ട് അത് വന്നിരിക്കും. രാജിവെക്കുന്നത് വരെ മഹിളാ കോൺഗ്രസും സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതിൻ്റെ തുടക്കമാണിത്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അദ്ദേഹം രാജിവെക്കുന്നതുവരെ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. അതായത് വിദേശ ഫണ്ടടക്കം വിനിയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം മുന്നോട്ട് പോകുന്നത് എന്നാണ് BJPയും കേന്ദ്ര സർക്കാരും ആരോപണം ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ഒരു വശത്ത് ഈയൊരു സമരം അടിച്ചമർത്താനുള്ള ശ്രമവും നടന്നിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇതൊരു അനുനയ നീക്കത്തിലേക്ക് മാറുകയാണോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നത് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മറ്റേതെങ്കിലും വകുപ്പോ എന്തെങ്കിലും കൊടുക്കുമോ എന്നുള്ള ഒരു സൂചനയും എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാനുള്ള കാരണം കേന്ദ്രത്തിനെതിരെ, അതായത് കേന്ദ്ര സർക്കാരിനെതിരെ കൂടുതൽ സമരമുഖങ്ങൾ ഉയർന്നു വരാൻ കാരണമാകും. അതായത് ഈ ഒരു CJP സമരം എത്രയും പെട്ടെന്ന് മയപ്പെടുത്തിയില്ല എങ്കിൽ കേന്ദ്രത്തിനെതിരെ കൂടുതൽ സമരങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, പ്രതിഷേധങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഉടനുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്ത് വരുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.